ഓണം വിശേഷത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഇതെല്ലാം. പേട്ട മെട്രോ സ്റ്റേഷനിലിട്ടൊരു പൂക്കളാണ് ഞാൻ നിങ്ങളെ ഇതിൽ കാണിക്കുന്നത് ആദ്യമായിട്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാനായിട്ട് ഭയങ്കര ഒരു ഫിനിഷിങ് തോന്നി കേട്ടോ. ഒരുപാട് നാളായിട്ടുണ്ട് ഇതേപോലെ നല്ല ഭംഗിയുള്ളൊരു പൂക്കളം കണ്ടിട്ട്. പണ്ടൊക്കെ പൂക്കളം കോമ്പറ്റീഷൻ കാണാനും പിന്നെ സ്കൂളിൽ പൂക്കളം കോമ്പറ്റീഷൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ കാണാൻ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് എല്ലാവരും പൂക്കളം ഇടുന്നതിനുള്ള ഒരു ക്ഷമയും ഇൻട്രസ്റ്റും ഒക്കെ കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് കൊച്ചി പേട്ട മെട്രോ സ്റ്റേഷനിലെ സ്റ്റാഫെല്ലാം കൂടിയിട്ട് അവിടെ ഒരു പൂക്കളം ഇട്ടത് യാദൃശ്ചികമായിട്ട് ഞാൻ കാണാനിടയായി. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് എടുത്ത് എൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. അവരുടെ ആ ഒരു എഫേർട്ടിന് ഒരു എന്തെന്നാ പറയുക, ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ. അപ്പം ഞാൻ അതൊന്ന് ഇട്ടു. പിന്നെ അതോടൊപ്പം തന്നെ പേട്ട മെട്രോ സ്റ്റേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം. ഞാനൊരു സെൽഫിയൊക്കെ അതിൻ്റെ അടുത്തുനിന്ന് എടുത്തു. ഇൻട്രോ പറയാമെന്ന് വിചാരിച്ച സമയത്ത് മെട്രോ വരാനായിട്ട് ഇത്ര സമയമുള്ളതെന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു കേട്ടോ. അപ്പം ഞാൻ വേഗം ലിഫ്റ്റിലേക്ക് കയറുവാണ്. സ്റ്റെപ്സും എസ്കലേറ്ററൊക്കെ അടുത്തുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു ലിഫ്റ്റിൽ കൂടെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് മെട്രോയിലേക്ക് എത്താമെന്ന് വിചാരിച്ചു. അമ്മു കൂടെയുണ്ട്, അവൾ ആദ്യം കയറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ലിഫ്റ്റിൽ കയറി. കൊച്ചി മെട്രോ ശരിക്കും നമുക്കൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. എവിടെയെങ്കിലും ഈസി ആയിട്ട് പോകാനാണെങ്കിലും പെട്ടെന്ന് നമുക്ക് പോയി വരാനായിട്ട് സാധിക്കും. അപ്പോൾ അമ്മു എന്നെ ഫോക്കസ് ചെയ്തു. ഞാൻ അവളോട് പറഞ്ഞു എന്നെ എടുക്കാതെ മെട്രോ സ്റ്റേഷൻ ഒന്ന് കാണിക്കൂ, അതേപോലെ മെട്രോ ട്രെയിൻ വരുന്നതൊന്ന് കാണിച്ചു കൊടുത്താൽ നന്നായിരുന്നു എന്ന്. ഒത്തിരി പേരിങ്ങനെ ചോദിക്കാറുണ്ട് മെട്രോയിലെ യാത്രയൊക്കെ ഒന്ന് ടൈം കിട്ടുമ്പോൾ എടുത്ത് വീഡിയോ ഇടണമെന്ന്. അതെന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മുവിൻ്റെ ചെറിയ വികൃതിയൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക ഇവിടെ. ഞാൻ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അതിൻ്റെ ഒന്ന് ശല്യം ചെയ്യാനൊക്കെ നോക്കുന്നതും പിന്നെ അവളോട് എടുക്കാൻ പറയുന്ന ഫോട്ടോയിൽ എന്നെ ഒരു ബ്ലൂപ്പർ പോലെയൊക്കെ കാണിച്ചെടുക്കുന്നതൊക്കെ. ഇത് പൂർണ്ണത്രേശൻ്റെ അമ്പലത്തിലെ പൂക്കളാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓടി പോവാറുണ്ട് അമ്പലത്തിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോഴായിട്ട് പൂക്കളം കണ്ടത്. പെട്ടെന്നൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. അപ്പോൾ പൂക്കളം എടുത്തു. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ആ വിളക്കും വിളക്കൊക്കെ ഒന്ന് കാണുമ്പോൾ രസമല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുവാണ്. പിന്നെ എന്താ ഇനി അടുത്തത് ഓണത്തിൻ്റെ ദിവസം തൃക്കാക്കര അമ്പലത്തിലെ വിശേഷങ്ങൾ. ഇതാ അപ്രതീക്ഷിതമായിട്ടാണ് തൃക്കാക്കര അമ്പലത്തിൽ പോയതും തൃക്കാക്കര അപ്പനെ ഓണം ദിവസം കാണാനായിട്ട് സാധിച്ചതും. പിന്നെ എനിക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നിയൊരു കാര്യം അവിടെ ഞാൻ കണ്ട കുപ്പിവളകളായിരുന്നു. ഒത്തിരി ഭംഗിയുള്ള കുപ്പിവളകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുപ്പിവളകൾ ഇടുന്നതും വാങ്ങുന്നതും എല്ലാം. അമ്മൂനും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കുപ്പിവെള്ളം വാങ്ങാമെന്ന്. ഭയങ്കര റേറ്റ് അവർ പറയുന്നത്. ഒരു ഡസന് 50 റുപ്പീസാണ്. എന്നാലും വേണ്ടില്ല, കുറച്ചിങ്ങനെയൊക്കെ പോയി വാങ്ങുമ്പോൾ ഒരു രസമല്ലേ. അങ്ങനെ വിചാരിച്ചു ഞാനത് വാങ്ങാൻ നിൽക്കുക. അപ്പോൾ എൻ്റെ കൂടെ അമ്മയും സന്ധ്യ മിസ്സും ഉണ്ട്. സന്ധ്യ മിസ്സിനാണെങ്കിൽ സ്കൂളിലൊരു പ്രോഗ്രാമിന് ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്യുക. ഓണമായിട്ട് സദ്യയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഊണ് കഴിച്ച ഉടനെ തന്നെ ഞാൻ ചിപ്സിൻ്റെ പഴമൊക്കെ അരിയാനായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ സന്ധ്യ മിസ്സാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്. മിസ് അരിയത്തിരുന്ന് ഞാൻ അരിയുന്നതും എന്തൊക്കെയോ വീഡിയോ എടുക്കുക. അപ്പോൾ അതിൽ ഈ ചിപ്സിന് അരിയുമ്പോൾ സാധാരണ ഒരു സ്ലൈസാക്കി നമ്മൾ അരിയുന്ന ഒരു കട്ടർ പോലെയുണ്ട്, അതിലാണ് അരിയാറുള്ളത്. പക്ഷേ ഇവിടെ വീട്ടിൽ ഞാൻ അച്ഛൻ അരിയുന്നത് കണ്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ടാണ് അരിയുന്നത്. നമ്മളെപ്പോഴും ജോലി ചെയ്യുമ്പോൾ ആരെങ്കിലും ഒന്ന് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് വരും. അതായത് നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും സജഷൻസൊക്കെ പറയാനുണ്ട്. അപ്പോൾ മിസ് ഇവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എങ്കിലും എൻ്റെ ജോലി തീർക്കാനുള്ള തിരക്കില്ല കേട്ടോ. ഇനി അടുത്ത വലിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ അരിഞ്ഞരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരിഞ്ഞ് വെക്കുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളതിനെ ഓരോന്ന് എടുത്തിട്ട് പ്ലേറ്റിൽ നിരത്തി വെക്കും. കണ്ടോ, അതും ചെറിയൊരു പണിയാണ്. അപ്പോൾ അതുമൊക്കെ ഞാനിങ്ങനെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുക. അമ്മയും കൂടി സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഊണ് കഴിച്ചതിന് ശേഷമുള്ള പണിയാട്ടോ ഇതെല്ലാം. ഓണമാവുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു രസമല്ലേ. അപ്പോൾ ഈ വർഷം നമ്മൾ സദ്യയൊന്നും ഉണ്ടാക്കിയില്ല. ചെറുതായിട്ടാണ് ഒരു ഓണാഘോഷം നടത്തിയത്. ഓണാഘോഷം എന്ന് പറയാനും പറ്റില്ല, നോർമൽ ഒരു മോരുകറി, പപ്പടം, ചോറ് അത്രയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ ഒരു ഓർമ്മ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കുന്ന കാര്യം ഓർത്തു. പിന്നെ മോൾക്കും ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കൂടി ഓർത്തപ്പോഴേക്കും ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അന്നേരം ഞാൻ വിചാരിച്ചു നിങ്ങളൊന്ന് വീഡിയോ എടുത്ത് കാണിക്കാം, അങ്ങനെയൊക്കെ ചിന്തിച്ചു. പിന്നെ എനിക്കെപ്പോഴും ജോലി ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ സംസാരിച്ചിരുന്നൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. അതായത് വെറുതെ ഇരിക്കുന്നതിനും നല്ലത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ എന്താ പഴത്തിൻ്റെ ആ ഒരു കറയൊക്കെ കയ്യിലായിട്ടുണ്ടെങ്കിലും വീഡിയോ എടുക്കാതിരിക്കാനായിട്ടും എനിക്ക് പറ്റിയില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്നൊരു ചാൻസാണ്. അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചില്ലെങ്കിൽ പിന്നെ അതിലൊക്കെ എന്തോ ഒരു രസമുള്ളത്. പിന്നെ സന്ധ്യ മിസ്സും കൂടെ ഇരിക്കുന്നുണ്ടല്ലോ, നമുക്ക് സംസാരിച്ചൊക്കെ ഇരുന്ന് ഇതൊക്കെ ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ട് ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിസ് ഇവിടെ കമൻട്രി തകർത്തുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം യുണീക്ക് പീസസ് ആണോ, എത്ര ഭംഗിയായിട്ടാണ് നീ കട്ട് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. പിന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്ന് പഠിച്ചതാണ് ഇതെല്ലാം. അമ്മയും നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഇനി അമ്മയോട് ഞാൻ എണ്ണ അടപ്പത്ത് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. പണ്ട് ഇങ്ങനെ റൈസ് ബ്രാൻ ഓയിലൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്പം മാക്സിമം വേറൊരു ഓയിലും യൂസ് ചെയ്യുന്നില്ല, വെളിച്ചെണ്ണയിൽ മാത്രം കേട്ടോ കുക്ക് ചെയ്യുന്നതൊക്കെ. അതും ഒരു പ്രാവശ്യം യൂസ് ചെയ്ത വെളിച്ചെണ്ണ പിന്നെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതെല്ലാം എന്താ പറയുക, നമ്മൾ ഫോളോ ചെയ്ത് പോരുന്നുണ്ട്. പിന്നെ ഈ പഴമാണെങ്കിലും പൊളിച്ച ഉടനെ തന്നെ മഞ്ഞൾ വെള്ളത്തിലിട്ട് നല്ലപോലെ വാഷ് ചെയ്തതാണ് അതിനൊരു മഞ്ഞ കളറ് കാണുന്നത്. എന്നിട്ട് ഈ അരിപ്പക്കൊട്ടയിൽ അത് എടുത്തു വെച്ചു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒരുവിധം വാർന്ന് പോയതിന് ശേഷമാണ് ഇത് അരിഞ്ഞിങ്ങനെ പാത്രത്തിലിട്ടിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അടുത്തതായിട്ട് ഇതിനെ ഓരോ പാത്രത്തിലാക്കി നിരത്തി വെക്കും. വേറൊരു കാര്യം കൂടി കാണിക്കാം കേട്ടോ. ഇതാണ് ഇന്ന് അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ച പച്ച കുപ്പിവെള്ളം. നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ ഇനി അമ്മയെ വിളിക്കണം, ഇത് ഇടാനുള്ള പാത്രം എടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അരിയുന്ന പലക ഞാൻ തിരിച്ചു വെച്ചാട്ടോ അരിഞ്ഞത്. രണ്ട് സൈഡ് നമുക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പലക തിരിച്ചു വെച്ച് അരിഞ്ഞു. എന്നാലും സാരമില്ല, മിസ് അവിടെ ഇരുന്ന് കളിയാക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യണ്ട. അമ്മ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ സഹായം നിങ്ങൾക്ക് കൂടി ഒന്ന് കാണാം. കണ്ടോ, അമ്മയും സന്ധ്യ മിസ്സും ഒരു കോമ്പറ്റീഷൻ പോലെ 2 പാത്രത്തിലായിട്ടാണ് ഇവർ ഓരോന്നിടത്ത് നിരത്തി വെക്കുന്നത്. 2 പേര് 2 സ്റ്റൈലാട്ടോ ഫോളോ ചെയ്ത് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതേപോലെ നമ്മൾ വെക്കുവാണെങ്കിൽ എന്താണെന്നോ, നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഈ പ്ലേറ്റിൽ നിന്ന് പതുക്കെ ഒരു കയ്യിൽ കൊണ്ട് തട്ടി എണ്ണയിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഓരോന്നിങ്ങനെ കൂടി പിടിച്ച പോലെ വരില്ല. കണ്ടോ, അപ്പോൾ എല്ലാം നല്ല കറക്റ്റ് പാകത്തിന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഓരോന്നിടത്ത് ഇങ്ങനെ നിരത്തി വെക്കുന്നത്. ചില സമയത്ത് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ എടുത്തെടുത്ത് ഇടാറുണ്ട്. അപ്പോൾ എണ്ണ കയ്യിൽ തെറിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇതേപോലെ ഇങ്ങനെ ഓരോന്ന് നിരത്തി വെക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിനെ നമുക്ക് തിളച്ച് വരുന്ന നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടണം. അതുപോലെ ചെയ്യാൻ നേരത്ത് എപ്പോഴും എണ്ണ നല്ല രീതിയിൽ അതിൻ്റെ പാത്രത്തിൽ ചട്ടിയിൽ ഫില്ല് ചെയ്യുക, എന്നിട്ട് വേണം ഇടാൻ. അല്ലെങ്കിൽ എണ്ണ കുടിച്ച പോലെ വരും. അപ്പം ഇനി ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടി നമുക്ക് നോക്കാം. ഇവർ ഏകദേശം ഇതിങ്ങനെ നിരത്തി ആ പാത്രം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ കൊണ്ടുപോയിട്ട് എണ്ണയിലേക്ക് ഇടാം. കണ്ടോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. 2 പേരും കൂടി 3 പാത്രത്തിൽ ഇതേപോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മൾ റിലാക്സ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് ഞാൻ എണ്ണയിലേക്ക് ഇടൽ ഭയങ്കര എളുപ്പമായി. ഈ കയ്യിലുകൊണ്ട് നേരെ എണ്ണയിലേക്ക് തട്ടിയിട്ടു. നിറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് എണ്ണ. അപ്പോൾ അത് ഇനി നല്ലപോലെ ഇങ്ങനെ ഇതിൽ കിടന്ന് ക്രിസ്പി ആയിട്ട് വരണം. ഒരു കിലുങ്ങുന്ന ഒരു പരുവം വരുമ്പോഴാണ് അതിൽ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പുവെള്ളവും മിക്സ് ചെയ്ത് ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്. നോർമലി ഞാൻ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാറുണ്ട്. ഇന്നിതൊക്കെ ചെയ്യാനൊരു മടി, അമ്പലത്തിൽ പോയി വന്നതിൻ്റെ ക്ഷീണവും ഒക്കെ കൂടിയായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതേപോലെ ഉപ്പുവെള്ളം ഇടുമ്പോൾ നല്ല പൊട്ടണ പോലത്തെ ശബ്ദം വരും. പിന്നെ ഒന്നുകൂടി ഇളക്കിയിട്ട് ആ പത കംപ്ലീറ്റ് മാറുന്ന സമയത്താണ് നമ്മളിത് കോരിയെടുത്ത് അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത്. കണ്ടോ, തീ നല്ല പോലെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് നല്ല ഒരുവിധം ക്രിസ്പി ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അരിപ്പ പാത്രത്തിലേക്ക് അതിനെ മാറ്റി വെക്കാം. കണ്ടോ, അതുമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ അടിയിലായിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. സന്ധ്യ മിസ് ഇവിടെ എന്തോ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന കേട്ടോ ഇത് നിരത്തുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കിയ ചിപ്സ് കൊണ്ടു കൊടുത്തു. അതും കഴിച്ച് നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന അഭിപ്രായം കൂടി ചോദിച്ചു. നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കണ്ടോ, നിരത്തിൽ നിർത്തിയിട്ട് ഇപ്പോൾ ചിപ്സ് കഴിക്കുന്നതിലേക്ക് മാറി. ഇടയ്ക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നിരത്തുന്ന പണിയും കൂടി ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി ചെയ്യുവാണ്. അപ്പോൾ കഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിപ്സ് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടെന്ന്. ഉണ്ടോ, 2 കൈ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് അമ്മൂൻ്റെ കൈയാണ്. ഇത് ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോസാണ്.
ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുപ്പിവളകൾ തന്നെയാണ്. പിന്നെ അമ്പലത്തിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ചേട്ടാ ഈ യെല്ലോ കളറും വേണം. ഈ പച്ച പോലത്തെ കളർ ഇതല്ലടാ, അതിൻ്റെ ചെറുത് വേണം. കൊച്ചിനും ചെറുത് ഇതിലുണ്ടോ നോക്കിയേ. ആ കളറല്ലേ